ഹലോ, നമ്മളിതുവരെ ഫിൻലാൻഡിൽ വന്നിട്ട് ഇതുവരെ റൊവാനിയമയ്ക്ക് പോയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് റൊവാനിയമയിലോട്ട് പോകാനുള്ള ഒരു പ്ലാനിങ്ങിലൊക്കെയാണ്. അപ്പോൾ നമ്മൾ താമ്പര റെയിൽവേ സ്റ്റേഷൻ ഇവിടെ നമുക്ക് കാറ് ട്രെയിനകത്ത് കയറ്റി കൊണ്ടുപോകാൻ പറ്റും. ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല. ബാക്കിൽ കാണുന്ന ആ ഒരു കയറ്റങ്ങനെ കാണിക്കാനുള്ളത് അത് കാറ് കയറ്റാനുള്ള വഴിയാണ്. അവിടെ അതിനപ്പുറത്ത് ബോഗി കിടപ്പുണ്ട്. ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല. ഇനിയിപ്പം ബാക്കി കാഴ്ച കാറൊക്കെ കയറ്റി നമുക്ക് റൊവാനിയമയിൽ ചെന്നിട്ട് കാണാം. സാന്താക്ലോസിനെ കണ്ടില്ലേ പിന്നെ എന്ത് ഇവിടം വരെയൊക്കെ വന്നിട്ട് അല്ലേ. വണ്ടി നമ്മൾ അവിടെ ട്രെയിൻ അകത്തോട്ട് കയറ്റുവാണ് കേട്ടോ. അപ്പോൾ മേളിലും കയറ്റാൻ പറ്റും, താഴെയും കയറ്റാൻ പറ്റും. ഇപ്പം എന്തേ ട്രെയിനിന്റെ ബോഗിയുടെ അകത്തോട്ട് കയറിയിട്ടുണ്ട് വണ്ടി. അതുകൊണ്ട് അങ്ങനെ നമ്മൾ രാത്രി 11:30 ആയപ്പോൾ താമ്പര റെയിൽവേ സ്റ്റേഷനിൽ കയറി ഒരു രാവിലെ 6:30 ആയപ്പോഴത്തേനും റൊവാനിയമയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ നേരെ പോയി കാറ് എടുത്തിട്ട് റൊവാനിയമയിലോട്ട് പോകാൻ പോവാണ്. സാന്താക്ലോസ് വില്ലേജിലോട്ട് പോകാൻ പോവാണ്. ഇവിടുന്ന് ഒരു 8 കിലോമീറ്റർ യാത്രയുണ്ട് അങ്ങോട്ടേക്ക്. അങ്ങനെ നമ്മൾ സാന്താക്ലോസ് വില്ലേജിൽ എത്തിയിട്ടുണ്ട്. ദൂരെ നിന്ന് വരുമ്പോഴേ നന്നായിട്ട് അറിയാൻ പറ്റും. മൊത്തം ലൈറ്റൊക്കെ ഇട്ട് നല്ല കളർഫുള്ളായിട്ട് നിൽപ്പുണ്ട്. നമ്മളങ്ങനെ സാന്താക്ലോസ് വില്ലേജിൻ്റെ അകത്തോട്ട് കയറുകയാണ്. ഈ കാണുന്നുണ്ടോ, ഇതിനകത്താണ് സാന്താക്ലോസ് ഇരിക്കുന്നത്. ഇപ്പം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം ഒരു -20 ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയതിന് ശേഷമാണ് അറിഞ്ഞു കേട്ടോ. നമുക്ക് സാന്താക്ലോസിനെ കാണാൻ പറ്റും, പക്ഷേ എങ്കിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ജസ്റ്റ് അവർ തന്നെ ഫോട്ടോ എടുത്ത് തരും. പിന്നെ ഇപ്പോൾ ഇതിനകത്തോട്ടൊക്കെ കയറി ഇതിൻ്റെ അകത്തെ കാര്യങ്ങളൊക്കെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാൻ. ഇതിൻ്റെ അകത്തൂടെ കയറി അകത്തോട്ട് ചെല്ലുമ്പോഴാണ് നമുക്ക് സാന്താക്ലോസിനെ കാണാൻ പറ്റുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നല്ല സീസൺ ടൈം ആയതുകൊണ്ട് തിരക്ക് കാരണമാണ് നമുക്കിപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തത്. ഓഫ് സീസൺ ആയിരുന്നെങ്കിലും നമുക്ക് വീഡിയോ എന്തെങ്കിലുമൊക്കെ എടുക്കാനാണ്. പക്ഷെ ഇപ്പം നല്ല തിരക്കുണ്ട്. ഒരുപാട് ആൾക്കാരും ക്യൂ നിൽപ്പുണ്ട്. അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കുന്നത് പറ്റത്തില്ല, ഫോട്ടോ എടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഇത് കണ്ടോ, ഇതെല്ലാം റെയിൻഡിയറിൻ്റെ തോലാണ് വിൽക്കാൻ വെച്ചേക്കുന്നത്, പല റേറ്റിലുള്ളത്. അതുകൊണ്ട് നമ്മളിങ്ങനെ മാപ്പൊക്കെ തപ്പിക്കൊണ്ടിരിക്കുക, ഇനി അടുത്ത് എങ്ങോട്ട് പോകണമെന്നൊക്കെ ഉള്ളത്. നമ്മളിവിടെ ഓൾറെഡി കുറച്ച് കാര്യങ്ങളൊക്കെ പ്രീ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നാണ് ഇത്. അവിടെ വലിയൊരു ഐസ് ബ്ലോക്കിൽ വേണ്ട വെൽക്കം ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ വെൽക്കം ടു സ്നോ വേൾഡ്. അവിടെ അഷ്കി റൈഡ്, പിന്നെ അതുപോലെ തന്നെ റൈഡ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇതിനകത്ത്.
അടിപൊളി പുറത്തെ ഇത് സ്നോ വേൾഡിൻ്റെ അകത്ത് തന്നെ ഉള്ളൊരു റെസ്റ്റോറൻ്റാണ്. നമുക്കിതിൻ്റെ അകത്തൊക്കെ എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കിയിട്ട് വരാം. എന്തത് അണ്ണാണല്ലേ അത്? ശരിക്കും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. പക്ഷേ എത്രത്തോളം അത് ക്യാമറയിൽ കിട്ടുന്നുണ്ട് എന്നുള്ളത് അറിയില്ല. പക്ഷെ നല്ല ഭംഗിയാണ് കാണാനായിട്ടെല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ. ഈ നിൽക്കുന്ന രണ്ടുപേരെ കണ്ടോ? പിന്നെ പുറകെ നിൽക്കുന്നവരെ കണ്ടോ? അവര് നിൽക്കുന്ന സ്ഥലം കണ്ടോ? കണ്ടോ? ആ സെയിം സ്ഥലം. ഇവിടെ ലൈവ് ക്യാമറ ഉണ്ട് കേട്ടോ. ഈ കാണുകയാണ് ആർട്ടിക് സർക്കിൾ. കണ്ടോ ഈ ലൈൻ കണ്ടോ? ഇതാണ് ആർട്ടിക് സർക്കിളിലെ ലൈനാണ് ഈ കാണിച്ചേക്കുന്നത്. ഈ കാണുന്നതാണ് മിസ്സിസ് സാന്റാക്ലോസിൻ്റെ ക്രിസ്മസ് കോട്ടേജ്. ഇനി മിസ്സിസ് സാന്റാക്ലോസിനെയും കൂടെ കണ്ടിട്ട് നമുക്ക് പോകാം. മിസ്സിസ് സാന്റാക്ലോസിനെ കാണാനും നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. സാന്റാക്ലോസിനെ കാണാനായിട്ട് നമുക്ക് ടോട്ടലി ഫ്രീ ആണ്. പക്ഷേ മിസ്സിസ് സാന്റാക്ലോസിനെ കാണണമെങ്കിൽ നമ്മൾ €5 പേയ്മെൻറ്റ് ചെയ്യണം. അതെ, ഇനി നമുക്ക് അഷ്കി റൈഡ് ഉണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ അഷ്കി റൈഡ് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. അതെ, ഇവിടെയാണ് പോകേണ്ടത്. ഓൾറെഡി താടിയൊക്കെ ഐസായി തുടങ്ങിയിട്ടുണ്ട്. നല്ല ഇപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു -21 ഉണ്ട്.
പിന്നെ ഫീൽസ് ലൈക്ക് 26 എന്തോ സംതിങ് ആണ്. വേണ്ട നമുക്ക് ഇനിയിപ്പോൾ എന്തായാലും അഷ്കി റൈഡിൻ്റെ ഫാമിലോട്ടൊന്ന് കയറിയിട്ട് വരാം. ഓക്കെ Yes, and as far back as you can, and then the next one. Okay. Yes. Okay. And then you can. And if you want, I can take a picture when you sit all in the sled. Yeah. Yeah. ലക്കി എൻ്റെ ഫ്രണ്ടിലായിരിക്കും. Yes, and try to go back. Yes, and then you can go in the front there. Thank you for the ride. ഇവരാണ് നമുക്ക് വേണ്ടി റൈഡെല്ലാം ചെയ്തത്. നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. എൻ്റെ അടുത്ത കാരണം അദ്ദേഹം അങ്ങോട്ട് ഓൾറെഡി അങ്ങോട്ട് പോകുന്നുണ്ട്. റൈഡ് കഴിഞ്ഞ് വരുന്നവർക്ക് ഇവിടുന്ന് അവർ തന്നെ ഒരു ഹോട്ട് ഡ്രിങ്ക്സും ജിഞ്ചർ ബിസ്ക്കറ്റും കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ദിവസത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. ഇവിടെയാണ് നമ്മൾ അങ്ങനെ സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതുപോലൊരു സെമി ഡിറ്റാച്ച്ഡ് ഹോമാണൊക്കെയായിരുന്നു. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിരുന്നു. കുഴപ്പമൊന്നുമില്ല. ലോ ബഡ്ജറ്റിൽ പറ്റിയൊരു സ്റ്റേ ആയിരുന്നു. നമുക്ക് ബാത്റൂമിനോട് അറ്റാച്ച് ചെയ്ത് തന്നെ സൗണയും കൂടെ ഉണ്ടായിരുന്നു. ഇതാണ് സാന്റാക്ലോസ് വില്ലേജിലെ മെയിൻ പോസ്റ്റ് ഓഫീസ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ നിന്നായിട്ട് ഏകദേശം 5 ലക്ഷത്തോളം ലെറ്റേഴ്സാണ് എല്ലാ വർഷവും വരുന്നത്. ഈ വരുന്ന എല്ലാ ലെറ്റേഴ്സും അവർ വായിക്കാറുമുണ്ട്. അങ്ങനെ നമ്മളും കുറച്ച് ലെറ്റേഴ്സ് ഇവിടുന്ന് വാങ്ങിച്ച് അയച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ റൊവാനിയമി ട്രിപ്പ് കഴിഞ്ഞു. നമ്മൾക്ക് തിരിച്ച് പോകാനുള്ള ട്രെയിനൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ തിരിച്ച് പോകാൻ പോവാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ട്രെയിന്. അപ്പം നമ്മൾ റൊവാനിയമി വിശേഷങ്ങൾ ഇവിടെ കഴിഞ്ഞു.
പുതിയ വിശേഷങ്ങളായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.